അപ്പോൾ എൻ്റെ ആദ്യത്തെ ലോറിയിലുള്ള ഇൻ്റർനാഷണൽ ട്രിപ്പായ കേരള ടു കാഠ്മണ്ഡു യാത്ര തിരിച്ചിപ്പം മഹാരാഷ്ട്രയിൽ എത്തിയിരിക്കുകയാണ്. ഉത്തർപ്രദേശിലെ സൊനോലി ബോർഡർ വഴിയാണ് നമ്മൾ നേപ്പാളിലേക്ക് പോയത്. നേപ്പാളിലെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിലേക്ക് പോയത്. അപ്പോൾ നമ്മൾ ലോഡൊക്കെ കൊണ്ടുപോയി കാഠ്മണ്ഡുവിൽ ഇറക്കി തിരിച്ച് നമ്മൾ ഗോരഖ്പൂരിൽ വന്ന് നാട്ടിലേക്കുള്ള ലോഡൊക്കെ കയറ്റി. ഇപ്പം നമ്മൾ നാട്ടിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ നാട്ടിലേക്കുള്ള യാത്രയിൽ നമ്മൾ ഇന്നലെ മധ്യപ്രദേശൊക്കെ ഓടിത്തീർന്ന് മഹാരാഷ്ട്രയിൽ കയറി. വെളുപ്പിനെ 4:30 ആയപ്പോൾ ഇവിടെ ഒരു പമ്പിൽ കൊണ്ടുവന്ന് ഒതുക്കിയതാണ്. അപ്പം രാവിലെ ഇതേ അമ്മ രാവിലെ എണീറ്റ് ഫ്രഷൊക്കെ ആയിട്ട് പോന്നു. അച്ഛൻ ഇതുവരെ എണീറ്റില്ല, അച്ഛൻ ഇപ്പോഴും ഉറക്കാം. രാവിലെ ആയുധമൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് ഏക്കലും മഴ പെയ്യാത്തതുകൊണ്ട് ഗ്ലാസ്സിലധികം പൊടിയൊന്നുമില്ല, അതുകൊണ്ട് എളുപ്പമുണ്ട്. നല്ല ആഞ്ഞ് തൂക്ക്. അതെ അതെ, ഇവിടെ വന്ന് ഇച്ചിരി ആഞ്ഞ് തൂക്കാൻ പാടാ. മെയിൻ ഡ്രൈവർ തൂക്കുന്നുണ്ടാന്ന് തോന്നുന്നു. ഗ്ലാസ്സിനൊക്കെ എന്താ തിളക്കം, മനസ്സിലായല്ലേ? ഡെയിലി അമ്മ തന്നെ തൂത്തോട്ടോ. അല്ല, മുത്ത് തൂക്കുമ്പോഴൊന്നുകൂടെ തിളക്കം. അതേണ്ട. ഇപ്പം സൂര്യനൊക്കെ ഉദിച്ചു. ഇനിയിപ്പം ഞാൻ പോയിന്ന് ഫ്രഷ് ആവട്ടെ. പോയിട്ട് വാ, പെട്ടെന്ന് പോയിട്ട് വരാം. നീ ദൂരം കിടക്കുക ഓടാന്. ഇനി ഇപ്പം കയറും നമ്മൾ. ഇനിയിപ്പോൾ ഒരു 10-40-50 കിലോമീറ്റർ മാക്സിമം. 50 കിലോമീറ്റർ ഇല്ലെന്ന് തോന്നുന്നു, അത്രേ ഉള്ളൂ തെലങ്കാനയിലേക്ക്. തെലങ്കാന ചെന്നാൽ മതിയോ? അവിടാണോ വീട്? അല്ല, തെലങ്കാന കുറച്ച് അടുത്തല്ലോ നാട്ടിലേക്ക്. നമുക്ക് ലോഡ് കൊണ്ട് ഇറക്കണ്ടേ? ലോഡ് കൊണ്ട് ഇറക്കേണ്ടത് തൊടുപുഴയ്ക്കാ. അതെ, താൻ ഫ്രഷ് ആകുമ്പോഴത്തേനും ഞാൻ ഡീസൽ അടിക്കാൻ വേണ്ടിക്കകത്ത്. അപ്പോൾ ഇനിയിപ്പം കർണാടകയിലോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ തെലങ്കാനയിലൊക്കെ ഭയങ്കര വില കൂടുതലല്ലേ. അപ്പോൾ ഈ മഹാരാഷ്ട്ര നമുക്ക് ഫുൾ ചെയ്തിട്ടോ. ഇവിടെ ഡീസലിന് 3 രൂപ മിച്ചം കൂടുതലാണ്. അപ്പുറത്തെ പമ്പുകളിലും ഇവിടെ BPCLേക്കും ഭാരത് പെട്രോളിയൊക്കെ ഉള്ളിടത്ത് 90 രൂപയും കണ്ടേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഡീസലിൻ്റെ പൈസ കൂടുതലാണ്. നമുക്ക് അപ്പുറത്ത് മേടിക്കും. ഇവിടുന്ന് 4-5 കിലോമീറ്ററിൽ അടുത്ത പമ്പുണ്ട്, അവിടെ വില കുറവുണ്ട്. റേറ്റ് ഡീസൽ അടിക്കാൻ നിർത്തി കഴിഞ്ഞപ്പോഴാണ് നയാരയിൽ ഡീസലിന് റേറ്റ് നോക്കിയത്. അപ്പോഴാണ് കണ്ടത്. ഇവിടെ ഡീസലിന് 94 രൂപ 46 പൈസ. പുത്തേ ട്രാവൽ വ്ളോഗിൻ്റെ കാഠ്മണ്ഡുവിൽ നിന്നും തിരിച്ച് കേരളത്തിലേക്കുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ രാത്രിയിലേ കുറെ ദൂരം ഞാൻ ഓടിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് ഉറക്കം വന്നപ്പോൾ ഞാൻ അച്ഛയെ വിളിച്ചേപ്പിച്ചു. പിന്നെ അച്ഛയെ കുറെ ദൂരം ഓടിച്ച്. എനിക്ക് ഇന്നലെ ഈവനിങ് ഡ്യൂട്ടി. ഞാൻ ഇന്നലെ വൈകുന്നേരം 3:30 തൊട്ട് രാത്രി ഒരു 9:00 വരെ ഓടിച്ചോളൂ. പിന്നെ തന്നെ വിളിച്ചോളാം താൻ പറഞ്ഞല്ലേ. ഞങ്ങൾ പിന്നെ തനിക്ക് ചുമയായതുകൊണ്ട് രാത്രി കിടന്നിട്ട് ചുമക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ എന്നാ റെസ്റ്റ് എടുത്തോട്ടെ എന്ന് വിചാരിച്ച വിളിക്കാൻ. ഞാൻ ഇല്ല, രാവിലെ എണീറ്റ് ഓടിച്ചാൽ വിളിച്ചാൽ മതിയായിരുന്നു. ഇങ്ങോട്ട് വലിയ ചൂടായില്ല കേട്ടോ, രാവിലെ ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. ഇത് ഇവിടെയൊക്കെ മറ്റേ പരുത്തി കൃഷിയുണ്ട്. പരുത്തി ഇതേ ഒരു പിക്കപ്പ് മറിഞ്ഞു കിടക്കുന്നുണ്ടോ? ഇപ്പൊ എല്ലാം മറിഞ്ഞാണോ? അതെ, ആളകത്ത് നിൽക്കുന്നു. ഇപ്പൊ മറിഞ്ഞാണോ? അതെ, അതിന്റെ അകത്ത് ആള് നിൽക്കുന്നുണ്ട്. ഇപ്പൊ മറിഞ്ഞത് ആളൊക്കെ പറ്റിയിട്ടൊന്നുമില്ല, എടുത്തു പൊക്കുന്നുണ്ട്. വലിയ സ്പീഡിലൊന്നും അല്ലായിരുന്നു തോന്നുന്നു. ബൈക്കേ വന്നവരൊക്കെ ഇവിടെ ഉണ്ട്. നേരെ പോവാ. ചേട്ടൻ മലയാളിയാ, ആംബുലൻസുമായിട്ട് വന്ന. ഇവിടെ ബോഡിയും കൊണ്ട് പോയതായിരുന്നു. സ്ഥലം പറഞ്ഞായിരുന്നു, മറന്നുപോയി. ഇവിടെ UP-യിലോ എവിടെ കൊണ്ടാന്ന് തോന്നുന്നു. മലപ്പുറംകാരനാ. ഇത് വനമുണ്ടോ ഇവിടെ? വനമല്ലേ, അങ്ങോട്ട് നോക്കാം. അവിടെ ഒക്കെ വനമാ. ഇടയ്ക്ക് ആൾ താമസമുള്ള ഏരിയ ഉണ്ടല്ലോ, കൃഷിസ്ഥലമൊക്കെ ഉണ്ട്. നമ്മള് ചെറിയൊരു ഘാട്ട് കയറിക്കൊണ്ടിരിക്കുക. ചുരം കയറിക്കൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ നടന്ന് കയറുവാണ്. അതെ, ഓപ്പോസിറ്റ് വണ്ടി പറന്നിറങ്ങുവാണ്. കണ്ടോ, ഇതന്നെ ലോഡെന്ന് നോക്കി. അറിയാവോ? കിഴങ്ങ്, ഉരുളക്കിഴങ്ങ്. ചെറിയ ചുരം അല്ല കേട്ടോ, ഇച്ചിരി നല്ല ചുരമാ. ചെറിയൊരു ലോഡ് പോകുന്നുണ്ടല്ലോ. അതെ അതെ, റോഡ് നിറഞ്ഞാ പോന്നെ. ഒരു വലിയ പെട്ടിയാട്ടോ, എന്തോ മെഷീനറിയാന്ന് തോന്നുന്നു. നല്ല അടിപൊളി റോഡാ. എന്നാണേലും അവര് നോക്കിക്കൊണ്ട് പോകുന്ന ട്രെയിലർ. ഇവരെ ഞാൻ ഇന്നലെ രാത്രി കണ്ടു. ഇന്നലെ രാത്രി നമ്മൾ ആദ്യമല്ല ടോള് പോയി, ഇന്നലെ ബ്ലോക്ക് ആയെന്ന് പറഞ്ഞില്ലായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പൊ ആ സമയത്ത് ഇവര് വന്നായിരുന്നു. ഇവര് സൈഡിൽ കൂടെ വന്ന് കയറിപ്പോയ ആൾക്കാരാ. അതാ പുള്ളിറ്റാറ്റ. ഇവിടുന്ന് ഡീസൽ ഫുൾ ചെയ്തിട്ട് പോവാം. ഇവിടെ ലിറ്ററിന് 91 രൂപ 70 പൈസ. ഇവിടെ നമുക്ക് ഫുൾ ചെയ്യാം. അമ്മേ,
അപ്പുറത്തെ ടയറിലൊരു സാധനം കയറി ഇരിപ്പുണ്ടെന്ന് വന്ന് നോക്കിക്കേ. ആര് കയറ്റിയതാ? നിങ്ങൾ രണ്ടുപേരും ഒന്നുമല്ല രാത്രി ഓടിച്ച്. അവിടെ ടയറിൽ ഒരു സ്ക്രൂ കയറിയിട്ടുണ്ട്. സ്ക്രൂ കയറി അതിൻ്റെ ഇടയിൽ കല്ലും കൂടെ കയറിയിരിക്കുക. കല്ലിങ്ങ് പോകുന്നു, സ്ക്രൂ അധികം അകത്തോട്ട് കയറിയിട്ടില്ലെന്ന് വിശ്വസിക്കാം. ഇതേ കുറച്ച് അകത്തോട്ട് കയറിയിട്ടുണ്ടെന്ന് കേട്ടോ. ഇത് വലിച്ചിട്ട് പോരുന്നില്ല. അപ്പോൾ ഡീസൽ അടിച്ചു കഴിഞ്ഞു 237 ലിറ്റർ കൊണ്ട്. ഞാൻ ഫണ്ട് കൊടുത്തിട്ട് വണ്ടി നീക്കിട്ടോ. ടയറല്ല വേ ഡമ്മിയിൽ ഇതെങ്ങനെ സംഭവിച്ചു, ആര് സംഭവിച്ചു, ആര് കാരണം സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു? ഇത് ആ അത് കയറിയില്ലേ അകത്തോട്ട്? കുറച്ച് ഇത്രയും കയറി ഇരിക്കുമായിരുന്നു. കുറച്ച് കയറിയെന്ന് എനിക്ക് തോന്നുന്നത്. വെള്ളം ഒഴിച്ചു നോക്കാം. ഇതാണ് സ്ക്രൂ. ഇതിൻ്റെ 13 കയറിയായിരുന്നത്. അതെ, കുഴപ്പമൊന്നുമില്ല. അത് ചെരിഞ്ഞായിരുന്നു കയറിയത്. വെള്ളം ഒഴിച്ചിട്ട് വലിയ പ്രശ്നമില്ല, കുഴപ്പമൊന്നുമില്ല. വേണോ സൂക്ഷിച്ച് വെക്കാൻ സ്ക്രൂ? വേണ്ട, കളഞ്ഞേരം. ഇത് അങ്ങോട്ട് കയറി കാഴ്ച. അവിടെ ഒരു ജെൻസ് ടോയ്ലറ്റും ലേഡീസ് ടോയ്ലറ്റും ഉണ്ട്. കൊള്ളാല്ലേ, അടിപൊളി. ടോയ്ലറ്റിൻ്റെ ടോയ്ലറ്റ് പോർട്ടബിൾ മൊബൈൽ ടോയ്ലറ്റ് ആട്ടോ. വലിയ കാര്യമൊന്നുമില്ല. പിന്നെ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, ടോൾ പ്ലാസയും ചെറുതാ. ടോളിന്റെ എമൗണ്ട് കുറവൊന്നും അല്ലല്ലോ. ടോൾ പ്ലാസ ചെറുതാണേലും ലോഡ് വായി പോകുന്ന കുറെ കാളവണ്ടികൾ. പഞ്ഞിയാ പഞ്ഞി പഞ്ഞി. ഞങ്ങള് കട നോക്കി നോക്കി വന്നിട്ട് ഒരിടത്തും കട കണ്ടില്ല, നല്ല കടയൊന്നും കണ്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ കുക്ക് ചെയ്ത് തന്നെ കഴിക്കാൻ തീരുമാനിച്ചു. പതിവ് പോലെ ഇന്നും ഇത്തിരി ഉപ്പുമാവ് ഉണ്ടാക്കാം. വഴിയിൽ ഈ സൈഡിൽ വെയിലായതുകൊണ്ട് എന്തോ വന്നപ്പോഴത്തേക്ക് ഒരു ഷെഡും കിട്ടിയല്ലേ. വെയിറ്റിംഗ് ഷെഡാ. ഒരു കാര്യം ചെയ്യും, ഉപ്പുമാവും മുട്ട പുഴുങ്ങിയതോ മുട്ട ഓംലേറ്റോ എന്തെങ്കിലുമൊക്കെയാ. അല്ല, ഈ മുട്ട മുഴുവൻ നമ്മൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകേണ്ടി വരും. ഒരാളിത് എണീറ്റ് വന്നിട്ടുണ്ട്. കടുങ്കാപ്പി വേണോ? ഇതൊരു കടുങ്കാപ്പി വെച്ച് എന്നിട്ട് ആ തേങ്ങ ചിരണ്ടാൻ അച്ചടയിലോട്ട് കൊടുക്കും. ആ ശരി, ഞാൻ തേങ്ങ ചിരണ്ടണമല്ലോ എന്ന് ഓർത്തിരിക്കുമായിരുന്നു. എന്നല്ല ടൈമിങ്. കുടിച്ചു നോക്ക്. ഞാൻ എൻ്റെ രീതിക്കാണ് ഉണ്ടാക്കിയേ. അത് ഈ ശർക്കരയുടെ അളവ് എനിക്കറിയത്തില്ല. അതിനെ മധുരം കുറവാ, അതാ. ശർക്കരയുടെ അളവ് എനിക്കറിയത്തില്ല. മറ്റേ പഞ്ചസാരയാണെ കറക്റ്റുന്നത്. പഞ്ചസാരേ ഉള്ളൂ, പഴമൊന്നും ഇല്ല. ഞാൻ ഇന്നലെ ഓർത്താ പഴം മേടിക്കണം. ഇവിടുത്തെ റോബസ്റ്റാ പഴത്തിനൊന്നും ഒരു ടേസ്റ്റ് ഇല്ല. അയ്യോ അമ്മ, ഇന്നത്തെ ചിക്കൻ കറി ബാക്കി വെച്ചാൽ മതിയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഒരു ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കണമെന്ന്. അടുത്ത ട്രിപ്പാട്ടെ വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കി വയ്ക്കും. പഞ്ചസാരയാണോ തനിക്ക്? ആ പഞ്ചസാര വെച്ചു. പഞ്ചസാര അല്ല കേട്ടോ, അത് ശർക്കര പൊടിയാ. ശർക്കര ആയതുകൊണ്ട് മധുരം അറിയുന്നില്ല. വേഗം നാട്ടെ. ഇനി ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനൊരു സ്റ്റോപ്പേ ഉള്ളൂ കേട്ടോ. അത്രേ ഉള്ളൂ. ഈ പ്രാവശ്യം ഉച്ചയ്ക്ക് കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇതല്ല, ഇവിടെ ഇഷ്ടം പോലെ ചോളം നിൽക്കുന്നു. ഈ ചോളത്തിന് പിന്നെ സീസൺ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു, ഏത് സമയത്തും കാണാം. പ്രാവശ്യേ കൃഷിയൊന്നും ഇല്ലാത്ത സമയമല്ലേ, വേനലല്ലേ. ഗോതമ്പ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഗോതമ്പിൻ്റെ കഴിഞ്ഞ് ഏപ്രിലോടെ ഗോതമ്പിൻ്റെ സീസണും തീരും. അങ്ങോട്ട് ചെല്ലുമ്പോ ചെക്ക് പോസ്റ്റിൽ ഇറങ്ങി പോണം കേട്ടോ. ഞാൻ പോകത്തില്ല. ആവി എടുക്കും. ഈ ഷർട്ട് ഇതിന് ഭയങ്കര ആവിയാ. വേണ്ട വേണ്ട. അല്ല, അതൊക്കെ കോ ഡ്രൈവറുടെ പണിയാ. അല്ല മുതേ ആ കോ ഡ്രൈവർ പോയിട്ട് ഇപ്പൊ 2 കോ ഡ്രൈവറും 2 മെയിൻ ഡ്രൈവറും അടിയാവല്ലോ. അല്ലല്ല, അല്ലേ ജലജയെന്നല്ല പറഞ്ഞ, അല്ലേ മുത്തേന്ന് പറഞ്ഞത്. അപ്പൊ അമ്മയാണ് പോവേണ്ടത്, മനസ്സിലായോ? ഞാൻ രാത്രി ചെക്ക് പോസ്റ്റിലൊക്കെ പോയത്. ഇനിയിപ്പോ ഈ കോ ഡ്രൈവറുടെ ഡ്യൂട്ടി അത്. ഏത് ചെക്ക് പോസ്റ്റിലാ പോയെ? മഹാരാഷ്ട്ര ഇറങ്ങണ്ടായിരുന്നല്ലോ. അവര് പൊക്കോന്ന് പറഞ്ഞു അവിടെ ചെന്നപ്പോഴേ. മഹാരാഷ്ട്രയിൽ എന്താണെന്ന് അറിയത്തില്ല, കുറേ ദിവസങ്ങളായിട്ട് ഒറ്റ വണ്ടിക്കാരുടെ ഒന്നും പൈസ മേടിക്കുന്നില്ല. ബേവറേജ് തൂക്കി ഇറങ്ങി അങ്ങ് ചെല്ലുമ്പോഴേ പൊക്കോന്ന് പറയാണ്. അതെന്തോ പ്രശ്നമുണ്ട്. അതാ ഇങ്ങനെ കിടക്കാം വഴി രാവിലെ മുതല്. ഇപ്പൊ മധ്യപ്രദേശും മഹാരാഷ്ട്രയൊക്കെ ഒരേപോലെ ഉണ്ട്. വലിയ വ്യത്യാസമൊന്നും ഇല്ല. എന്നാലും മഹാരാഷ്ട്ര നമുക്ക് കണ്ടാ അറിയാം കേട്ടോ, വ്യത്യാസമുണ്ട്. ഈ വഴിയെല്ലാം നേരത്തെ മോശമായിരുന്നു, ഈ ടാർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വഴി നന്നായി.
ആദിലാബാദ് 35 കിലോമീറ്റർ, ഹൈദരാബാദ് 340, ബാംഗ്ലൂർ 897, കന്യാകുമാരി 1581. കണ്ടോ, ഒരു ധാബയാ. എന്നാ വലിയ പാർക്കിംഗ് ആണെന്ന് നോക്കി. ഏക്കർ കണക്കിന് സ്ഥലമാണല്ലോ. വലിയ ട്രെയിലറുകളൊക്കെ കയറുന്ന ധാബയാ. അതാ കണ്ടോ, എത്ര വണ്ടി ഇട്ടാലും ഇഷ്ടം പോലെ സ്ഥലം. കട കണ്ടോ, ചെറിയൊരു കട. പട്ടാൻബോരി 3 കിലോമീറ്റർ. പട്ടാൻബോരിയാണ് ബോർഡർ, മഹാരാഷ്ട്രയുടെ ബോർഡർ. RTO ചെക്ക് പോസ്റ്റാണ്. ഇതുണ്ട്, അത് ഇങ്ങോട്ട് വരുന്ന ലൈനും ഇത് അങ്ങോട്ട് പോകുന്നത്. വണ്ടി വളരെ കുറവാണ്. അതിനെ പറ്റി ഇന്നലത്തെ പോലെയാണോ എന്ന് നോക്കാം നമുക്ക്. ഇവിടെ പൈസ മേടിക്കുന്നുണ്ടോന്നല്ലേ. ആ, ഇവിടെ ബേബർജാ കൂടെ കയറി വേണം അപ്പുറത്തോട്ട് ഇറങ്ങാൻ. തൂക്കുന്നതിന് പൈസ കൊടുക്കണ്ടേ? അത് ഇപ്പം ഇതിൽ നിന്ന് കട്ടാകുക, ഫാസ്റ്റാഗിൽ നിന്ന് കട്ടാകും. അപ്പം അങ്ങനെ ആക്കി. KL05 AL 0066. സീറോ അല്ല, ജീറോ. ജീറോ ഉണ്ടോ? ഇപ്പൊ ഫാസ്റ്റാഗിൽ നിന്ന് പൈസ കട്ടായി. 220 രൂപ അങ്ങനെയാണെന്ന് തോന്നുന്നു. 218 രൂപ. ആ, ഇവിടെ ഇന്നലത്തെ പോലെ അല്ല, എല്ലാവരും കയറിയിട്ടാ പോകുന്നത്. അതായത് ഈ വണ്ടികൾ ഇത്ര ഇവിടെ തിരക്ക് കാണുന്നത്. പഴയ പോലെ തന്നെ. അതെ. പോയിട്ടോ കോബുക്ക്. ഇല്ല പോയിട്ടോ. അപ്പത്തേക്ക് ഞാൻ വണ്ടി ഇങ്ങനെ തിരിക്കാനുള്ള ഒരു ഇതിലാക്കി. വേണ്ട, പിന്നെ ഞാൻ നടന്നു വരണ്ടേ അങ്ങോട്ട്. എവിടെ ഞാൻ ഇവിടെ നിർത്താം. ഓടി ചെല്ലിയല്ലേ, വേഗം പോയിട്ടോ. ഇല്ല പോയിട്ട് ഒരു കാര്യം ചെയ്യാം, അവരോട് ഇങ്ങോട്ട് വരാൻ പറയാം. എന്നാ പിന്നെ എന്നാലും ഇവിടെ നടന്നോ, ഞാൻ പുറകെ നടക്കാം. ശരി. തിരക്കൊന്നും ഇല്ലായിരുന്നല്ലോ. പോയില്ലായിരുന്നു. എന്നോട് ചോദിച്ചു യൂട്യൂബർ അല്ലേന്ന് ചോദിച്ചു. അത് ഇത് കണ്ടിട്ടാണോ? അല്ല, അറിയാം. വണ്ടി ഉണ്ട്. വണ്ടി കണ്ടില്ല, ഞാൻ ചെന്നപ്പോഴേ മനസ്സിലായി. ഇവിടെ അല്ലല്ല, അവിടെ കൊടുക്കണ്ടൊന്നുമില്ല. അതെ അതെ. വേണ്ട ഓട്ടോ. ഓക്കെ, അതവിടെ കാണിക്കണ്ട. അതെ, സീൽ ചെയ്ത് വെച്ച് തന്നിട്ടില്ലേ, അതാണ്. ദീദിയുടെ നാടാ ദീദി. അതെ. അപ്പം നമ്മൾ ഉടൻ തന്നെ മഹാരാഷ്ട്ര ഓടി തീരും, അടുത്ത തെലുങ്കാനയിലേക്ക്. അതെ, അവിടെ 2 തോക്കുമാരൻ്റെ വണ്ടി കിടപ്പുണ്ട്. അത് പുതിയ വണ്ടിയാ കേട്ടോ, ചെറിയ ക്യാബിനുള്ള വണ്ടിയാണ്. പെൺഗംഗ നദി കടന്ന് നമ്മളിപ്പോൾ തെലുങ്കാനയിലേക്ക് കയറും. ഈ സൈഡ് മഹാരാഷ്ട്രയും പകുതി കൊണ്ട് അപ്പുറത്തോട്ട് തെലുങ്കാനയും. പെൺഗംഗ നദിയിൽ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടല്ലോ. പക്ഷെ ഒഴുക്കില്ല കേട്ടോ. തെലുങ്കൊക്കെ കാണാൻ തുടങ്ങി. ഡൊള്ളറ വഴി ഇനിയിപ്പോൾ അടിപൊളിയാണ്. അതെ അതെ, നല്ല വഴിയാണ്. തെലുങ്കാനയിലും ആന്ധ്രയിലും വഴി സൂപ്പറാ. അതുപോലെ പബ്ലിക് വാഷ്റൂമുകൾ ഉണ്ടാവും, നല്ല ആളും ഉണ്ടാവും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. ചോളം പൂത്ത് നിൽക്കുന്ന കാണാൻ എന്ത് രസമാണെന്ന് നോക്കിയേ. ഓ, പുതിയ കൊയ്ത്തന്ത്രം. ചെറുത് അല്ല, ഇതിൻ്റെ ബാക്കിയുണ്ട്. അത് തന്നെയല്ല, വലുതുണ്ട്. കാളവണ്ടി ഇവിടെ ഇഷ്ടം പോലെ കാളവണ്ടികൾ. ടോൾ 390 അല്ല, 560 രൂപ. രാവിലെ ഞങ്ങൾ 640 കൊടുത്തു. ഇന്നലെയൊക്കെ 830 ഒക്കെ ആയിരുന്നു. അതുകൊണ്ടോ വെള്ളം 20 ലിറ്ററിൻ്റെ പാത്രത്തിൽ വെള്ളം വയ്ക്കാൻ വെച്ചേക്കുന്ന. അല്ലെന്നേ, ഇവിടുത്തെ RTO ചെക്ക് പോസ്റ്റ് നിർത്തി. അപ്പോൾ ഇനിയിപ്പോൾ ചെക്ക് പോസ്റ്റ് ഉള്ള സ്റ്റേറ്റുകൾ മഹാരാഷ്ട്ര, പിന്നെ മഹാരാഷ്ട്ര മെയിനായിട്ടല്ലേ. നമ്മളിപ്പോൾ ഈ ക്ലോസ് ചെയ്തിട്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മധ്യപ്രദേശ് പ്രവർത്തിക്കുന്ന പറയാൻ പറ്റിയല്ല, അത് വണ്ടി ഇട്ടിട്ടുള്ള പിരിവാണ്. അതിപ്പോൾ അത് വണ്ടിക്കാരൊക്കെ കൊടുക്കുള്ളൂ. ഇപ്പോൾ ചെക്ക് പോസ്റ്റ് ഉള്ളത് മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, പിന്നെ കേരളം, പിന്നെ ഛത്തീസ്ഗഡ് ഉണ്ട്, ജാർഖണ്ഡ് ഉണ്ട്. ബാക്കി എല്ലാ ചെക്ക് പോസ്റ്റുകളും ബോർഡർ ചെക്ക് പോസ്റ്റുകളും നിർത്തി RTOയുടെ. അതിനാ പറ്റി? ഓട്ടോറിക്ഷ അവിടെ തട്ടിയതാണോ? വണ്ടിക്കാരൻ്റെ ഇടിച്ചാണോ? അത് സ്കൂട്ടറിന് ഇടിച്ചോ? നല്ല അടിപൊളി ടോയ്ലറ്റുകൾ. ഇപ്പൊ കണ്ട വാഷ്റൂമേ നല്ല പെയിന്റ് ഒക്കെ അടിച്ച് നല്ല കളർഫുൾ ആക്കിയേക്കുന്നു. ചിത്രങ്ങളൊക്കെ വരച്ച് അവിടെ ഒരാളും ഉണ്ട് അത് നോക്കാൻ. മിക്കവാറും എല്ലാ വാഷ്റൂമുകളിലും ഉണ്ട്, ആന്ധ്രയിലും തെലുങ്കാനയിലും. അവർക്ക് അംഗൻവാടി. അതെ അതെ, തമിഴ്നാട്ടിലും കുറെ വാഷ്റൂമുകളുണ്ട് നല്ല. അതെ, അതൊരു ചെക്ക് ഡാം. ഇഷ്ടം പോലെ. കൃഷിസ്ഥലം എല്ലാം ഒരുക്കിയിട്ടേക്കോ അടുത്ത കൃഷിക്ക് വേണ്ടി. ഇനിയിപ്പം വേനൽക്കാല കൃഷികളായിരിക്കും. ടിൻ ഷീറ്റുകൾ ഉണ്ടാക്കിയുണ്ട്, അതെല്ലാം ഓരോ വീടുകളാണ്. ഈ ചൂടത്ത് എങ്ങനെ അതിനകത്തല്ലേ. ഇത് ഇങ്ങോട്ട് പുതിയ പണിയുന്നുണ്ട്. ഇതേ കട്ട കെട്ടിയിട്ട്, കൊളബ്രിക്സ് കെട്ടിയിട്ട്. ഇത് ഒരു മുറിക്കുള്ള ഇട പോലും ഇല്ലല്ലോ. പക്ഷെ അതിന്റെ മുകളിലെല്ലാം ടിൻ ഷീറ്റാ, ഭയങ്കര ചൂടായിരിക്കും. ഇതുണ്ട്, ഇതെല്ലാം ആൾക്കാർ താമസിക്കുന്ന. അതെല്ലാം അതുപോലത്തെ വീടുകളാണ്. ആ ഫ്ലാറ്റ് പണിയുന്ന മിക്കവാറും സർക്കാർ വെച്ച് കൊടുക്കുന്നതായിരിക്കും കേട്ടോ, ഇങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. പക്ഷെ അത് പണി പൂർത്തിയായിട്ടില്ല, ഇങ്ങനെ നിൽക്കുക. നമ്മളെ വനത്തിൽ കൂടെ പോകുന്ന കേട്ടോ. ഇവിടുത്തെ വനം ഇത്രയൊക്കെ ഉള്ളൂ, കുറ്റിക്കാട് പോലെ.
ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്, തെലങ്കാന സ്റ്റേറ്റ്, ആദിലാബാദ്. ഇത് ദേവപ്പൂർ ഫോറസ്റ്റാണ്. അതുകൊണ്ടോ വലിയ പുട്ടുകുറ്റി അത്. 2 വെട്ടുകുറ്റിയുണ്ട്, ചെറുതും ഉണ്ട്. അതെ, തീപ്പെട്ടി ഇല്ല, തീപ്പെട്ടിലോടാ. നല്ലൊരു ഇറക്കമാ. ഇതുണ്ടോ, ഇവിടെ ആക്സിഡന്റ് ഉണ്ടായ വണ്ടിയാണ് അവിടെ കയറ്റി വെച്ചേക്കുന്നത്. നമ്മുടെ മെയിൻ ഡ്രൈവറേ ഫോണിലൊക്കെ നോക്കി പതുക്കെ ഇരിക്കുകയായിരുന്നു ഇവിടെ. പക്ഷേ ഉറക്കത്തിലേക്ക് വഴുതി വേണം. ഇവിടെയൊക്കെ വനമാണ്, എല്ലാം കരിഞ്ഞു നിൽക്കുക. ഇനിയിപ്പം ഒരു ജൂലൈ ഒക്കെ ആകുന്നിടം വരെ ഇതുപോലെ എങ്ങോട്ട് പോയാലും ഉണക്കും ചൂടുമായിരിക്കും. നമ്മൾ നാട്ടിൽ നിന്ന് പോന്നിട്ടേ ഇന്ന് 25-ാം ദിവസമാണ്. ഒരു മാസം ആറല്ലേ? ഒരു മാസം ഇറങ്ങിയപ്പോഴേ കണക്ക് കൂട്ടിയതാ, ഒരു മാസം കഴിയുമ്പോഴേ തിരിച്ചു വരും. ഇവിടുത്തെ ഒരു ക്ഷേത്രമാണ്. പൂ നിക്കുന്നുണ്ടോ എന്നെ കളറായിട്ടല്ലേ? കളറാണ്, നല്ല പച്ചപ്പൂ അല്ലേ? ആ, ഇങ്ങനെയൊക്കെ ഇത് കൂട്ട് മരമൊക്കെ വീട്ടിൽ വെച്ച വളരെയായിരുന്നെങ്കിൽ. ഇതല്ല, ഈ ഹൈവേയുടെ 2 സൈഡിലും ഈ സൈസ് മരം ഇഷ്ടം പോലെ ഉണ്ട്. സമയം 1:30. രാവിലത്തെ ഉപ്മാവൊക്കെ ആവിയായി പോയി. ഇപ്പൊ നമുക്ക് വഴിയിൽ എവിടെയെങ്കിലും നോക്കാം കടകളുണ്ടോ. 2 പിള്ളേർ ഒരേ ടൈപ്പ് ലോഡാ അത് കേട്ടോ. 2 അല്ല 3 പിള്ളേരുണ്ട്. അതിന്റെ പുറകിൽ ഒന്നുകൂടെ ഉണ്ട്. ഇത് മിക്കവാറും കാറ്റാടിയുടെ ആ മെഷീനാണെന്ന് എനിക്ക് തോന്നുന്നേ. അതേലേ വീര് ഇത് ട്രെയിനിന്റെ ബോഗിയാ. ആ, അത് 2ഉം ട്രെയിനിന്റെ ബോഗിയാ. എന്തോ ഒരു ടാങ്കാ. ഇപ്പോൾ നമ്മൾ ഗോദാവരി നദിക്ക് മുകളിൽ കൂടെയാ പോകുന്നത്. കല്ല് കെട്ടിയ പാലം. ഇപ്പോഴത്തെ പാലം അതുപോലെയൊക്കെ ഉണ്ടാക്കാനുള്ളതിന് നല്ലതല്ലേ? ഇതൊരു ചെറിയ മസ്ജിദാ, ഹൈവേയുടെ സൈഡിൽ തന്നെ. അത് പൊളിച്ചിട്ടില്ല, പൊളിക്കാതെ ഹൈവേ പണിത്. ഈ വണ്ടി പോകുന്ന കാണുമ്പോ താറാവ് പോകുന്നവരില്ലേ? പൊക്കം കുറഞ്ഞ വണ്ടി അതുണ്ടോ, നീളം കൂടുതൽ, സൈഡ് ബോഡിക്കൊക്കെ പൊക്കം കുറവ്. ഇത് ഇങ്ങനെയുള്ള വെയിറ്റ് കുറവുള്ള സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള വണ്ടിയാണ്. ഈ വണ്ടി കൂടുതലും രാജസ്ഥാനിലാണ് ഉള്ളത്. രാജസ്ഥാൻകാർക്ക് ആ സൈസ് വണ്ടി ഉള്ളത്. അതെ, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇതല്ലേ നെൽപ്പാടങ്ങൾ കാണാൻ തുടങ്ങി. ഇങ്ങോട്ടാ കുറച്ച് പച്ചപ്പും ഹരിതാപ്പൊക്കെ കാണാൻ തുടങ്ങി. അതെ, നെൽപ്പാടം വരുമ്പോഴേ രസമുള്ളൂ. ഗോതമ്പാടും നല്ലതാണ്, പക്ഷെ അത് നമ്മൾ കൊയ്ത്ത കഴിഞ്ഞുകൊണ്ടാണ്, അല്ലെ കൊയ്യാനായ നിന്നോണ്ടാണ് അങ്ങനെ. കൊയ്യാറായി നിൽക്കുമ്പോഴും രസമുണ്ട്. രസമാണ്, ഗോൾഡൻ കളർ. നിസാമാബാദ് റൈറ്റിലേക്ക്, കരീംനഗർ ലെഫ്റ്റ്, ഹൈദരാബാദ് നേരെ. ഞങ്ങൾ കുറേ നേരമായിട്ട് ഹോട്ടൽ നോക്കി നടക്കായിരുന്നു. ഒരു ഹോട്ടൽ കണ്ടില്ല. അവസാനം ഒരു ഹോട്ടൽ കണ്ടു കിട്ടി. അതെങ്ങനെയോ മണത്തറിഞ്ഞ് മെയിൻ ഡ്രൈവർ ചാടി കേൾക്കുകയും ചെയ്തു ഉറക്കത്തിൽ നിന്ന്. എത്ര കിലോമീറ്റർ ആയി മുത്തേ രാവിലെ? 200 കിലോമീറ്റർ. 200 കറക്റ്റ്? ആ, ഇവിടെ ബിരിയാണിയാ പറഞ്ഞേ. ബിരിയാണി 2 ബിരിയാണി 3 രണ്ടെണ്ണം തന്നെ കൂടുതലാന്ന് തോന്നുന്നു. അതെ, 3 എണ്ണം പറയാൻ നന്നായി. രണ്ടെണ്ണം ഇട്ടപ്പോൾ തന്നെ ഇത്രയായി. അതെ അതെ, അല്ലല്ലേ ആന്ധ്രയിലെയും തെലങ്കാനയിലൊക്കെ ബിരിയാണിയുടെ അളവ് കൂടുതലാണ്. നല്ല എരിവുണ്ട്, വേറെ മസാലയുടെ ചൊവ്വയൊന്നും അധികമില്ല. എരിവ് ഇവിടെ എല്ലാത്തിനകത്തും ഉണ്ടാവും, പ്രത്യേകിച്ച് ബിരിയാണിക്കകത്തും മറ്റേ ചിക്കൻ കറിക്കൊക്കെ എന്നാ എരിവാ. അതെ അതെ. നിങ്ങൾ വഴിയിൽ ഊണൊന്നും കണ്ടില്ലേ? കണ്ടില്ല, വഴിയിലില്ലായിരുന്നു. ധാബകൾ മാത്രമേ ഉള്ളൂ. പഞ്ചാബി ധാബയും രാജസ്ഥാൻ ധാബയൊക്കെ ഉള്ളായിരുന്നു. അവിടെ റൊട്ടിയല്ലേ കിട്ടുള്ളൂ. ഇത്രയും ദിവസവും നമ്മൾ ഗോതമ്പ് ഉണങ്ങുന്നതൊക്കെ അല്ലേ കണ്ടതുകൊണ്ട് നെല്ല് ഉണങ്ങാനിട്ടേക്കുന്നത്. നെല്ല് ഇഷ്ടം പോലെ ഉണ്ട്. കുറേ ദൂരമായിട്ട് ഇങ്ങനെ റോഡ്, സർവീസ് റോഡിൽ മൊത്തം നെല്ലിട്ട്. മണലാണല്ലേ തോന്നുള്ളൂ അകലെന്ന് കണ്ടാ? പെട്ടെന്ന് കണ്ടാൽ മണലാന്നേ തോന്നുള്ളൂ. ഓ, ബിരിയാണി എന്നാ എരിവായിരുന്നു. ഞാനതുകൊണ്ട് ശാല കഴിച്ചു. സത്യം, ഞാൻ എവിടെ ഇരുന്ന് കണ്ണിക്കൂടെ എൻ്റെ പറയണ്ട. അപ്പോൾ ഇത്ര എരിവ് എങ്ങനെ കഴിക്കുന്നത്? ഞാൻ അവിടെ ഒരു കൊച്ചു വന്നിരുന്ന് ബിരിയാണി കഴിക്കുന്നുണ്ട്. ഞാൻ ഓർത്ത് ആ കൊച്ചൊക്കെ എരിച്ച് എൻ്റെ പൊന്നു. അല്ല, അവർക്ക് വിഷയമില്ലെന്നേ. ഇപ്പം നമ്മൾ 2 ബിരിയാണി മേടിച്ചിട്ട് 1.5 ബിരിയാണി കഴിച്ചുള്ളൂ. അതെ, അതിൻ്റെ കൂടെ ഒരു പച്ചമുളക് എടുത്ത് കടിക്കുകയും ചെയ്യും. അറിയാതെ പോരെ. തെലുങ്കാന കയറിയ പിന്നെ നെൽപ്പാടം കാണാൻ തുടങ്ങിയത്. ഇതെല്ലാം വനമാണ്, ചെറിയ ചെറിയ കയറ്റങ്ങളും പിന്നെ ഇറക്കവും. എല്ലായിടത്തും പുള്ളിപ്പുലിയുടെ ഇത് വെച്ചിട്ടുണ്ട്. ആ, ചന്ദ്രയാനപ്പള്ളി റിസർവ് ഫോറസ്റ്റ്, നിസാമാബാദ് ഡിസ്ട്രിക്റ്റാണ്. മഞ്ചിപ്പ റിസർവ് ഫോറസ്റ്റ്. അപ്പുറത്ത് വേറെ പേരായിരുന്നല്ലോ. അവിടെ കഴിഞ്ഞു. ഇവിടം തൊട്ട് കാമറഡി ഡിവിഷനാണ്. ഡ്രൈസ്ലോ വൈൽഡ് ലൈഫ് ആക്സിഡന്റ് പ്രോൺ ഏരിയ. ഈ വനം കണ്ടിട്ടേ പുലി പോയിട്ടൊരു പൂച്ച പോലും ഉണ്ടെന്ന് തോന്നില്ല. പുലി പോയിട്ട് എലി പോലും ഉണ്ടെന്ന് തോന്നുന്നില്ലേ? ഉണങ്ങിക്കരിഞ്ഞ് കിടക്കുക.
ഇവിടുത്തെ വനങ്ങൾ ഇങ്ങനെയാണല്ലോ, അതുകൊണ്ട് ചിലപ്പോൾ കാണും കേട്ടോ. കരിമ്പുലിയാ. ഇതൊരു ദർഗയാ. പുതിയ കമ്പനി തുടങ്ങുന്നതാണെന്ന് തോന്നുന്നല്ലേ? ആ, പുതിയ കമ്പനിക്ക് എല്ലാം പണിയെല്ലാം കഴിഞ്ഞിരിക്കാന്ന് തോന്നുന്നു. അതിന് വലിയൊരു ചമ്പൻ. ശരിക്കും തെലങ്കാനയിലേക്ക് കയറിയപ്പോഴും ഒരു പച്ചപ്പ് കണ്ടേ അല്ലേ? ആ അതെ, അങ്ങോട്ടെല്ലാം ഉണക്ക് ബാധിച്ചു ശരിക്കും പറഞ്ഞ. ഉച്ച കഴിഞ്ഞപ്പോൾ അവിടുന്ന് വെയിലാന്ന് മുത്തിനെ അറിയായിരുന്നു. അതാണോ എനിക്കും തോന്നുന്നത്. എന്റെ സമയം കറക്റ്റ് ആയിരുന്നു. ഇന്നലെ അതുപോലെ വെയിലല്ലായിരുന്നു ആ സൈഡിൽ. ആ, സാധാരണ എല്ലാ ദിവസവും വൈകുന്നേരത്തെ വെയില് ഞാനായിരുന്നു കൊണ്ടോണ്ടിരുന്നത്. പക്ഷെ ഇന്ന് കറക്റ്റാ. ഇന്ന് വെയിലും കറക്റ്റാ, ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ കറക്റ്റാ, എല്ലാം കറക്റ്റാ. താനത് കറക്റ്റ് ഓർത്ത് വെച്ചില്ലേ? അല്ല, ഓട്ടോമാറ്റിക്കലി വന്നതാ. ഉറങ്ങണില്ലേ? ഉറങ്ങണം. ഞാൻ ഇങ്ങനെ എരിച്ചിരിക്കുകയായിരുന്നു. തണുത്ത വെള്ളം എടുത്ത് കുടിക്കാനും പറ്റത്തില്ല, ചുമ കാരണം. ചുമയും കൂടും, എന്നാ ഭയങ്കര എരിവും. എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഉറങ്ങാം കുറച്ച്. പോലീസ് സ്റ്റേഷൻ, സദാശിവനഗർ. രാത്രി വണ്ടി ഓടിച്ച് ക്ഷീണിക്കുന്നോണ്ട് എന്നെ കടത്തി ഉറക്കാനായിരുന്നു പ്ലാൻ. അല്ലേ ജലജ, പറയൂ. അത് താൻ ഉറങ്ങുവാന്നല്ലോ മുമ്പേ പറഞ്ഞു. നമ്മള് കഴിച്ചൊക്കെ കഴിഞ്ഞ് കയറിയിട്ട് 2 മണിക്കൂർ മിച്ചായി. പക്ഷെ ഒരാള് നല്ല ഉറക്കവാ. ഇന്ന് ഒരാൾക്ക് ഇത്തിരി ഉറക്കം കൂടുതലാ. ഇന്ന് ഞാൻ റെസ്റ്റിലാണ്. ഇന്നിപ്പോ ഒരു കാര്യം ചെയ്യും, നമുക്ക് രാത്രിയിൽ എടുക്കാന്നാ. രാത്രിയിൽ നമുക്ക് കുറച്ചു നേരം കൊടുക്കാം, വൈകുന്നേരം സമയത്തും കൊടുത്തേക്കാം. അച്ചയ്ക്ക് രാത്രിയിൽ ഒരു മാക്സിമം 1 മണി 1:30 2 വരെ ഓടിക്കുന്നതിനോടാണ് താല്പര്യം. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകാറില്ല. അപ്പോൾ നമുക്ക് വൈകുന്നേരം ഒരു എന്താ പറയുക, ഒരു 7-8 മണി തൊട്ട് ഒരു 10 മണി 10:30 വരെ കൊടുത്തേക്കാം. എന്നിട്ട് വേണം ഞാൻ ഓടിച്ചോളാം. ഇന്ന് മിക്കാറും അതേ നടക്കുള്ളൂ. ഞാൻ അച്ഛൻ എണീക്കുമ്പോൾ താൻ കിടന്നുറങ്ങിക്കോ. കുറച്ച് സ്ലോ മോഷനിലൊക്കെ പോകട്ടോ, നമുക്ക് കുറച്ച് സ്പീഡൊക്കെ പേടിയുള്ള കൂട്ടത്തില്ല. സ്ലോ മോഷനിലായി ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്, മനസ്സിലായില്ലല്ലേ? ഇല്ല, ഉണ്ട്. ഇതൊരു ട്രക്ക് ലേബായാ. ട്രക്ക് ലേബായും അതുപോലെ തന്നെ വാഷ്റൂമും ഉണ്ട്, ക്ലീൻ ചെയ്യാനും ആളുണ്ട്. അത് ഈ തെലങ്കാനയുടെ ഒരു പ്രത്യേകത. ഈ തെലങ്കാനയിലെ ഹൈവേയിലെല്ലാം തന്നെ ഉണ്ട്. അത് ഈ വാഷ്റൂമുകളൊന്നും തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് എല്ലാം ഉണ്ട്, അടുപ്പിച്ചടുപ്പിച്ച് 2 സൈഡിലും ഉണ്ട്. നല്ല വാഷ്റൂമുകളല്ല. നമ്മളിപ്പം കഴിഞ്ഞ ദിവസം സ്മാർട്ട് വാഷ്റൂം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് ടൈം ലിമിറ്റ് ഒക്കെ ഉണ്ട്, രാത്രി 9 മണി വരെ കണ്ടൊക്കെ ഉള്ളൂ. ഇതങ്ങനെയൊന്നുമില്ല, ഫുൾ ടൈം ഉണ്ട്. ഹൈവേയിൽ എന്നാ തണലല്ലേ, 2 സൈഡും മരങ്ങളായോണ്ട് നിറയെ വാഗമരങ്ങളാ. തക്കാളി പോകുന്നുണ്ട്, അതെ, മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുന്ന. ഇന്നത്തെ അസ്തമയം തെലങ്കാനയില്. അതെ, ഇന്നലത്തെ അസ്തമയം ഇന്നത്തെ ഉദയവും നല്ല രസമായിരുന്നു കാണാൻ. വേനലായി കഴിയുമ്പോ നല്ല രസമാണ്. ഉറക്കം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഉറക്കമല്ലായിരുന്നു, ഒന്നും അറിഞ്ഞില്ല. അതുപോലെ ഓടിച്ച്, അതുകൊണ്ടാണ് പറ്റിയത്. വഴി നല്ലതും കൂടെ ആണ്. ഇഷ്ടം പോലെ വെള്ളം, മൊത്തം പോളയും മൂടിക്കിടക്കുക, കുറെ ഏരിയ അല്ല. അപ്പുറത്തെ സൈഡ് എന്തോ പണി നടക്കുക, റോഡ്, അതുകൊണ്ട് അവിടെ ബ്ലോക്ക് ചെയ്തേക്കുക. അപ്പൊ നമ്മളതുകൊണ്ട് റോങ് സൈഡാ പോകുന്നത്. രാത്രിയിലൊക്കെ ഇങ്ങനെ വഴി തിരിച്ചു വിടുന്ന ഭയങ്കര ഡേഞ്ചർ. അല്ല, ഇവിടെ ഒരു ഇത് വെച്ചിട്ട് തിരിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. വലത്തോട്ട് പോകാനായിട്ട് ഇടത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടേക്കുക. അതെ, അതാ ആ പുള്ളിക്കാരി വലത്തെ ഇട്ട് കൈ വെച്ചേക്കുന്നത്. വലത്തോട്ട് പോകാനല്ല, അപ്പൊ അതൊക്കെ വരാനുള്ള ഒരു സിഗ്നൽ. ഇടത്തോട്ട് തന്നെ പുള്ളി കയറുന്നേ. കിഴങ്ങുകളോട് ഇഷ്ടം പോലെ പോകുന്നുണ്ട്. ഹൈദരാബാദ് എത്ര കിലോമീറ്റർ ഉണ്ട്? ഇപ്പൊ ചെല്ലുന്നുണ്ട് 10-50 കിലോമീറ്റർ. 50 ഇല്ലല്ലേ മൊത്തം? 50 ഇല്ലെന്ന് തോന്നുന്നു. ഭയങ്കര എയർലീക്ക്. എവിടെ നിർത്താം, നമുക്ക് നോക്കാം. എന്താ ചെയ്യുന്നേ? ഇത് വല്ലതും അറിയുന്നുണ്ടോ? ഇത് എപ്പോ പൊട്ടിച്ചാ? ഞാൻ പൊട്ടിച്ചൊന്നല്ല, ഇത് പൊട്ടിക്കേണ്ട ആവശ്യമുണ്ടോ? ബലൂണ് പൊട്ടിയിരിക്കുന്നു. എവിടെ ബലൂൺ പൊട്ടി? ചെളിയാവോ? അല്ല അല്ല, അതെ അതെ അതെ, വേണ്ടോ? ഇതുണ്ടോ? 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 ഇതിലെയർ പോകുന്നുണ്ടോ? ഇത് ലിഫ്റ്റ് പൊക്കി വെക്കുകയാണെങ്കിൽ കുറച്ച് ലീക്ക് കുറയും. ആ മുകളിലത്തേതും പോകാറായിരിക്കാം. പൊട്ടിയിട്ടില്ല, പൊട്ടും, കണ്ടിരിക്കുക. അപ്പം ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന? അതൊക്കെ അങ്ങ് പോവാം. ഇടയ്ക്ക് നിർത്തുന്നിടത്തൊക്കെ ഓട്ടത്തിൽ ലിഫ്റ്റ് താത്ത് വെച്ചാലും വലിയ പ്രശ്നം വരികയില്ല. ചവിട്ടുമ്പോഴൊക്കെ കുറച്ച് ഇറങ്ങി. ബൈക്കൊന്നും കുഴപ്പമില്ലായിരുന്നല്ലോ. ഇല്ല, എയർ ഫുള്ള് ഇറങ്ങിപ്പോയി. ഇപ്പം അതിലിപ്പോൾ ലീക്ക് സൗണ്ട് കേൾക്കുന്നില്ലല്ലേ. സ്റ്റാർട്ട് ചെയ്ത് നിർത്തിക്കോ. അപ്പോഴേ പതുക്കെ നമുക്ക് അങ്ങ് പോകാം, കുഴപ്പമില്ല. ഇപ്പം എയറായില്ലേ? കുറേ നേരം സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുമ്പോൾ എയറാവും. നിർത്തി എന്ന് പറഞ്ഞാൽ വണ്ടി ഓഫ് ചെയ്തിട്ട് പിന്നെ എടുക്കുമ്പോഴാണ് ഫുൾ എയർ ഇറങ്ങിപ്പോകുന്നത്. ഞങ്ങളെ അവിടെ വാഷ്റൂമിൽ പോയില്ലേ, അവിടെ വാഷ്റൂം ഒക്കെ നല്ല ക്ലീൻ ചെയ്ത് അവർ ഇട്ടിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ആരോ കൊണ്ട് യൂസ് ചെയ്തിട്ട് പാഡ് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോ അവിടെ അത് ബ്ലോക്ക് ആയി പോവല്ലേ. അതാ ഈ യൂസ് ചെയ്യുന്നവരുടെ
നല്ലപോലെ ശ്രദ്ധിക്കണം. അതെന്ന് പറഞ്ഞ് ഇവിടെ അറിയത്തില്ല, അതാണ്. സ്വന്തം വീട്ടിലാണെങ്കിൽ അങ്ങനെ ഇട്ടിട്ട് പോവോ? ആ അതും ഒരു കാര്യം ഉണ്ടെന്നേ. അതെന്നാ പറയാ, നമ്മളിവിടെ എയർ ചെക്ക് ചെയ്യാൻ നിർത്തിയില്ലേ, അപ്പൊ ഒരു ബസ്സിന് കൊറേ പേര് വന്ന് കയറി പോകുന്നുണ്ട്. അപ്പൊ അതിലാരെങ്കിലും ആയിരിക്കും. അതില് മറ്റേ പാഡ് ബ്ലോക്ക് ആയിട്ട് വേസ്റ്റ് അതിന്റെ മണ്ടേ കിടക്കുക. മനോഹരാബാദ് ടോൾ പ്ലാസ. ഹൈവേയിലൊന്നും വണ്ടികൾ വളരെ കുറവാണോ അല്ലേ? ഇവിടെ 505 രൂപ. അന്തിച്ചന്തയാ, പച്ചക്കറിയാ മെയിനായിട്ടും. ചോളം ചുടുന്നുണ്ട്. നല്ല ചോളായിരിക്കും. കണ്ട് ചോളം കഴിച്ചില്ല. ഇവിടെ ഇഷ്ടംപോലെ ചോളം വഴി ഞാൻ പറിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആലോചിച്ച ഇവിടുത്തെ തന്നെ ചോളമായിരിക്കും. ചോളം വിളവെടുക്കുന്ന സമയമായിരുന്നു. നല്ല ചോളം. കഴിഞ്ഞ ദിവസത്തെ പോലെ അല്ലേ? ഈയിടെ രണ്ടാമത് നമ്മൾ മേടിച്ച ഭയങ്കര കട്ടിയായിരുന്നു അല്ലേ? ചോളായിരുന്നു, പക്ഷെ നല്ല ചോളം. ഇനി റിംഗ് റോഡിലേക്ക് എന്തോ ദൂരം ഉണ്ട്? റിംഗ് റോഡിലേക്ക് അധികം ദൂരമില്ല, 10-30 കിലോമീറ്റർ വേണം ഇവിടുന്ന്. പിന്നെ ഇച്ചിരി ദൂരം ഇച്ചിരി തിരക്കുണ്ടായിരിക്കും. അപ്പം നമ്മൾ തെലങ്കാനയുടെ തലസ്ഥാനമായ ഹൈദരാബാദിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. 3 വർഷം മുമ്പുള്ള നമ്മുടെ ആദ്യത്തെ നേപ്പാൾ ട്രിപ്പിനാണ് നമ്മൾ ഹൈദരാബാദ് വന്ന് നേപ്പാളിലേക്കുള്ള ലോഡിന് വേണ്ടി 3-4 ദിവസം വെയിറ്റ് ചെയ്തത്. അന്നേരം ഇതിലെ മൊത്തം ഹൈദരാബാദ് മൊത്തം കറങ്ങി. ചാർമിനാർ, പിന്നെ നമ്മുടെ ഫിലിം സിറ്റി, ഗോൽക്കൊണ്ട ഫോർട്ട് ഇവിടെ എല്ലാം കറങ്ങി. 3-4 ദിവസം കറക്കം തന്നെയായിരുന്നു. നല്ല ചൂടത്ത്. നമ്മുടെ ഒരു ഫോളോവറാ കയറിപ്പോയ വണ്ടിയാ. അപ്പോൾ ഈ മോളിൽ കാണുന്നതാണ് റിംഗ് റോഡ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് റിംഗ് റോഡിലേക്ക് കയറുകയാണ്, ഔട്ടർ റിംഗ് റോഡിലേക്ക്. നേരെയുള്ള വഴി നേരെ ഹൈദരാബാദ് ടൗണിലേക്ക് പോകും. നമ്മള് റിംഗ് റോഡിലോട്ട് കയറുന്നതിന് മുന്നേ അല്ലേ അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, മെയിൻറ്റെയിൻ സഫിഷ്യന്റ് ഫ്യൂവൽ. അതിനെന്നറിയോ, റിംഗ് റോഡ് ഏകദേശം എനിക്ക് തോന്നുന്നു 80 കിലോമീറ്ററോളം ഉണ്ട്. അതുകൊണ്ട് ഡീസലൊക്കെ അടിച്ചിട്ട് വേണം കയറാൻ. ഇടയ്ക്ക് പമ്പൊന്നും ഇല്ലല്ലോ, റിംഗ് റോഡിൽ പമ്പൊന്നും ഇല്ല, ഇറങ്ങാനും പറ്റിയാലും ഒന്നുമില്ല. ഇറങ്ങാം, വേറെ ഏതെങ്കിലും കട്ടിങ് വഴി വേറെ സ്ഥലങ്ങളിലേക്കുള്ള എക്സിറ്റ് വഴി ഇറങ്ങാം. ഇവിടെ നമുക്ക് ലെഫ്റ്റ്. ഈ റിംഗ് റോഡ് കയറിയിട്ട് അവിടെ അങ്ങനെ എനിക്ക് ഓടിക്കാൻ തരികയാണെങ്കിൽ ഞാൻ കുറച്ച് ഓടിക്കാം. നല്ല വഴിയാണ്ട് ഇരുന്നാൽ മതിയല്ലോ. ഓടിക്കാൻ കൊടുക്കുന്നുണ്ട്. ഇന്ന് ഉറക്കം കൂടുതലായിരുന്നു. രാവിലെ 9:30 വരെ കിടന്നുറങ്ങി, 9:30-9:45 വരെ കിടന്നുറങ്ങി. ഉച്ച കഴിഞ്ഞ് 2-3 മണിക്കൂർ കിടന്നുറങ്ങി. അതെ, അതുകൊണ്ട് ഇന്ന് കുറച്ചു നേരം വണ്ടി ഓടിക്കാൻ തരുന്നുണ്ട്. ഞാൻ ഉറങ്ങിയില്ല ഇതുവരെ. അപ്പോൾ ഇത് നമ്മൾ ഔട്ടർ റിംഗ് റോഡിലേക്ക് കയറി. ഇതെല്ലാം പുതിയ ബസ്സുകളാണ്, കമ്പനിയിൽ നിന്ന് വല്ല ഓടിച്ചുകൊണ്ട് പോകുന്നതായിരിക്കും. ഇവിടെ ഒന്നും നിർത്താൻ പാടില്ലെന്ന്. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം നിർത്താം. അതുകൊണ്ട് അവിടെ ഒരു ലൈൻ ഉണ്ട് കേട്ടോ. അതെ, നമ്മൾ ഇത്രയും വഴികളിൽ പോയതും ഈ ഔട്ടർ റിംഗ് റോഡ് അടിപൊളിയാ അല്ലേ? 4-8 ലൈൻ, നല്ല ചെടികളൊക്കെ പിടിപ്പിച്ച്. അതെ, അതാണ് അതിന്റെ ഒരു ഭംഗി. വഴി നല്ല വഴി, ഒന്നും നോക്കാനില്ല, ചുമ്മാ അങ്ങിരുന്നാൽ മതി. ഓരോ സ്ഥലത്തേക്കുള്ള എക്സിറ്റാ. എക്സിറ്റ് 5 മേടക് റോഡിലേക്കുള്ള. നമുക്ക് ബാംഗ്ലൂർ അതാ എക്സിറ്റ് 16 നമുക്ക് ഇറങ്ങണ്ടായി. പട്ടാഞ്ചേരു എക്സിറ്റ് 3 ഈ പട്ടാഞ്ചേരു ഇല്ലേ ഞങ്ങൾ ഇന്നാളെ കൊണ്ടായി പ്ലൈവുഡ് ഇറക്കിയത്. ഈ നല്ല വഴിയില്ലേ, ഈ ഹൈവേ കൂടെ ഓടിച്ച് ട്രാഫിക് ഒന്നും ഇല്ലാത്തടത്തൂടെ ഓടിച്ചിട്ട് ഒരു ശകലം ട്രാഫിക് കാണുമ്പോഴത്തേക്കും ഭയങ്കര തിരക്കാന്ന് പറയും അല്ലേ? അന്നേരം ഒരു മടുപ്പാ. അന്നേരം ട്രാഫിക് കാണുമ്പോഴേ ഒരു മടുപ്പാ. അതെ, വഴി ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുമ്പോഴേ നല്ല രസം ഓടിക്കാൻ. വണ്ടി നല്ലപോലെ ഓടി നിൽക്കുകയും ചെയ്യും, കിലോമീറ്റർ മറിയും പെട്ടെന്ന്. ഹൈദരാബാദേ നല്ല അടിപൊളി ഒരു ടൗണാ. ഹൈദരാബാദ് നല്ല ടൗണാ. ഹൈദരാബാദ് വലിയ ടൗണാ. ടൗണിനെ ചുറ്റി കിടക്കുന്ന ഒരു റിംഗ് റോഡാ, നെഹ്റു ഔട്ടർ റിംഗ് റോഡ്. അതിന് മൊത്തം 158 കിലോമീറ്റർ നീളമുണ്ട്. അതിൽ നമ്മളിപ്പോൾ ഒരു 80 കിലോമീറ്റർ ഓടുന്നുണ്ട്. പകുതിയോളം. ഇവിടെ എന്തോ പണി നടക്കും, അതാ. ബാംഗ്ലൂർ 584 കിലോമീറ്റർ. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ എന്നാ ചൂടായിരിക്കും ഇവിടെയൊക്കെ അല്ലേ? ചൂടായിരിക്കും. ഇനിയും ജൂണൊക്കെ കഴിഞ്ഞിട്ട് വരുന്നതാ നല്ലത്. അതെ, പക്ഷെ ഉണ്ടല്ലോ നമ്മള് ജൂൺ ജൂലൈ ഒക്കെ നോർത്ത് ഈസ്റ്റ് പോയാലും ഉണ്ടല്ലോ ആവിയാ. മഴയുണ്ട് കാര്യം, പക്ഷെ അങ്ങ് ഭയങ്കര ആവിയാ. അവിടെ മഴ സമയമാണ് ചൂടെന്ന് പറയുന്നത്. നമ്മൾ ആ അരുണാചലൊക്കെ സമയല്ലേ, ജൂലൈ സമയത്ത് എന്തായിരുന്നു, അത് അവിടുത്തെ സമ്മർ അപ്പോഴാ, മഴയുള്ളപ്പോഴാ. ഇനിയിപ്പോഴേ തണുപ്പുള്ള സ്ഥലത്തോട്ട് വല്ലതും പോയ 2 മാസം. ഇനിയിപ്പോ തണുപ്പുള്ള സ്ഥലം എന്ന് പറഞ്ഞാ കുറവല്ലേ? ഹിമാചൽ പോവാ അല്ലേ? ഹിമാചലുണ്ട്, ഉത്തരാഖണ്ഡ് ഉണ്ട്. ഉത്തരാഖണ്ഡ് ചൂടാവും മുത്തേ, ചൂടാവും. നമ്മള് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോയി. സിക്കിമുണ്ട്. സിക്കിമില് വലിയ തണുപ്പൊന്നുമില്ല. ഇതെന്താണ് ഒരു സ്ഥലത്ത് തണുപ്പില്ല. തവാങ് ഉണ്ട്, തവാങ്.
തവാങ് ഉണ്ട്, പിന്നെ അങ്ങോട്ടേക്ക് ലഡാക്ക് തണുപ്പാ. അതെ, ലഡാക്ക് വെച്ച് 2 തവണ പോയി തണുപ്പ് എക്സ്പീരിയൻസ് ചെയ്തോണ്ട് ഇത്തവണ ലഡാക്കിൽ ഇല്ല. ഇല്ല, ഞാനും ഇല്ല. അങ്ങോട്ട് നോക്കിയ ഫ്ലാറ്റുകൾ കണ്ടോ, എന്ത് രസമാ കാണാനല്ലേ. ഈ ബിൽഡിങ്ങുകളൊക്കെ ഈ അടുത്ത കാലത്ത് പണിതാ. ഞാൻ നോക്കിയിട്ടെ ഉം. ഈ റിംഗ് റോഡിൽ കയറിയിട്ട് ഇപ്പൊ തന്നെ നമ്മൾ തന്നെ എത്ര കിലോമീറ്റർ ആയി വന്നത്. ആ ഈ ചുറ്റും ഇതുപോലെ വലിയ ബിൽഡിങ്ങുകളാണ്. ഇതുപോലത്തെ ബിൽഡിങ് തന്നെയാ കാണുന്നത്. അപ്പൊ എത്ര കിലോമീറ്റർ? ഈ 158 കിലോമീറ്റർ ഇങ്ങനെ തന്നെയാണ്. സ്പീഡ് ലിമിറ്റ് ഉണ്ടോ? കാറിന് 120, ട്രക്കിന് 80. നമുക്കേ പറഞ്ഞിട്ട് കാര്യമില്ല, 60 കട്ടാക്കി വെച്ചേക്കോ. അത് കഴിഞ്ഞ പ്രാവശ്യം വർക്ക്ഷോപ്പിൽ കയറിപ്പോ ഓർക്കണ്ടേ, ഡ്രൈവർമാരല്ലേ ഓർത്ത് പറയണ്ടേ. മറന്നുപോയി. അന്ന് പറഞ്ഞിരുന്ന 80 ആക്കായിരുന്നു. 80 ആക്കണം ഈ ട്രിപ്പ്. ഹൈവേയിലല്ല ഇപ്പൊ 80 ആണല്ലോ. അതാ പറഞ്ഞ 80 ആക്കാം ഇപ്പൊ. എക്സിറ്റ് 16 ബാംഗ്ലൂർ റോഡ്. ബാംഗ്ലൂർ റോഡും എയർപോർട്ട് റോഡും എക്സിറ്റ് 16 തന്നെ. ഇത്രയും നേരം നല്ല സുഖമായിരുന്നു വണ്ടി ഓടിക്കാൻ. അപ്പൊ അങ്ങോട്ട് ഇറങ്ങിയാൽ വണ്ടി ഓടിക്കാൻ സുഖമില്ലെന്നാണോ? അല്ല, ഇത്രയും നേരം ചുമ്മാ ഇങ്ങനെ ഇരുന്നാ മതി. അങ്ങോട്ടും വഴി നല്ല. ബാംഗ്ലൂർ റോഡും കുറച്ച് മോശമൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം ടാർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഔട്ടർ റിംഗ് റോഡിൽ നിന്ന് ഇറങ്ങുക. ORR നെഹ്റു ORR 137ാമത്തെ കിലോമീറ്റർ. 2 കിലോമീറ്റർ ഇപ്പുറം തൊട്ടേ ഇറങ്ങാറായി എന്ന് ബോർഡുണ്ട്. എന്ന് പറഞ്ഞാലേ ഇവിടെ ഇറങ്ങിയില്ലെങ്കിലേ പിന്നെ ഒത്തിരി കറങ്ങണം. പിന്നെ ഇവിടെ വന്ന് നമ്മൾ വീണ്ടും NH 44ലേക്ക് കയറി. ടോൾ കൊടുത്തിട്ടേ ഇറക്കി വിടുള്ളൂ കേട്ടോ. ഇനി നമ്മൾ NH 44 കൂടെ നേരെ ബാംഗ്ലൂരിലേക്ക് ഒരു 550 കിലോമീറ്റർ. ഈ ഫ്ലൈ ഓവറിന്റെ പണി തീർന്നു, അല്ലെങ്കിൽ ഇതിന്റെ താഴെ കൂടെ ആയിരുന്നു. ഇവിടെ മിക്കവാറും ഇച്ചിരി തിരക്ക് വരുന്ന സ്ഥലമായിരുന്നു. എനിക്കൊരു ഡൗട്ട് വന്നു അവിടെ വന്നപ്പോ. അപ്പഴേ ഇനി വല്ലതും കഴിച്ചാലോ? കഴിച്ചേക്കാം. ഞാൻ ഇത്തിരി പഴം മേടിക്കണമെന്ന് ഓർത്താ, അത് നടന്നില്ല. വന്ന വഴിക്കൊന്നും നിർത്താനുള്ള സൗകര്യം ഇല്ലായിരുന്നു, കടയും കണ്ടില്ല. ഉപ്പുമാവ് ഇരിപ്പുണ്ട് രാവിലത്തെ. ഉപ്പുമാവെങ്കിൽ ഉപ്പുമാവ്. ചുമക്കുന്ന ആൾക്ക് ആദ്യം ചൂടുവെള്ളം കൊടുക്കുക, ചൂട് കടുങ്കാപ്പി കൊടുക്കാം. ഞങ്ങളെ ഉപ്പുമാവിനകത്തോട്ട് പഴം ഇല്ലാത്തോണ്ടേ ഇത്തിരി മോര് കാച്ചി ഇരിപ്പുണ്ട്, അത് ഒഴിച്ചങ്ങ് കഴിക്കും. അത് നിങ്ങൾ രണ്ടുപേരുടെ കഴിച്ചോ, എനിക്ക് വേണ്ട. അല്ല മുത്തേ, കുഴപ്പമില്ല. ഞാൻ തൽക്കാലം ഇച്ചിരി മധുരം ഇട്ട് കഴിച്ചോളാം. എനിക്കും പഞ്ചസാര മതി. ഞാൻ ആദ്യം മോരൊഴിച്ചാണല്ലോ കഴിച്ചത്. പഞ്ചസാര ടേസ്റ്റ്. മോരനെ പുളിയാ, ചെറിയ പുളിയാണ്. ആ ഉപ്പുമാവിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, കൊള്ളായിരുന്നു. വൈകുന്നേരം ആയപ്പോഴത്തേന് ടേസ്റ്റ് കൂടി. രാവിലത്തെ പോലല്ല, വൈകുന്നേരം ആയപ്പോൾ നല്ലതായിരുന്നു. വൈകുന്നേരം ആയപ്പം നൈറ്റ് സർവീസ് ബസ്സുകൾ തന്നെയാണ്. എന്നാ പോക്കാ പോകുന്ന ബസ്. ഇത്ര നേരം തിരക്കില്ലായിരുന്നല്ലേ? ഇവിടെ വന്നപ്പോഴേ ടോൾ ബൂത്തിൽ നല്ല തിരക്കാ. ഇഷ്ടംപോലെ ബസ്സുകളും ഉണ്ട്. ഇപ്പഴേ നിങ്ങൾ രണ്ടുപേരും കിടന്നോ? മൊത്തം കിടന്നു. അപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിച്ചേക്കാം ഉറക്കം വരുമ്പോ. വിളിച്ചേരെ, എന്നെയോ മുത്തിനെയോ വിളിച്ചോ, കുഴപ്പമില്ല. മുത്തിനെ വിളിക്കാം, അടുത്ത മുത്തിന്റെ ഷിഫ്റ്റാ. രാവിലത്തെ ഡ്യൂട്ടി എനിക്കും. അതെ, മുത്തിന് ഉറക്കം വരികയാണെങ്കിൽ പിന്നെ വിളിച്ചോളൂ. അതെ, കണ്ടിന്യൂസ് പോയേക്കാം നമുക്ക്. പോയേക്കാം, വേഗം നാട്ടിൽ ചെല്ലാലോ. ഞാൻ കുറച്ച് ഓടിച്ചിട്ട് ഉറക്കം വന്നു, അന്നേരം മുത്തിനെ ഏൽപ്പിച്ചു. എനിക്കിടന്ന് ഉറങ്ങിക്കോ. അഥവാ ഉറക്കം വരികയാണെങ്കിൽ നമ്മുടെ മെയിൻ ഡ്രൈവറെ വിളിച്ചാൽ മതി കേട്ടോ. ഒരു 100-300 കിലോമീറ്റർ താഴെ ഉള്ളൂ ബാംഗ്ലൂർ. 350 കിലോമീറ്ററോളം ഉണ്ട്. അപ്പം നേരെ അങ്ങ് പോവാ. ബാംഗ്ലൂർ എത്തുമ്പോഴത്തേക്ക് നേരം വെളുക്കും. നേരം വെളുക്കുമ്പോഴൊന്നും എത്തിയല്ല, താമസിക്കും. സമയം എന്തായാലും എടുക്കും. അതെ, അപ്പത്തേക്ക് വിളിച്ചേക്കാം. മതി എപ്പോഴായാലും. അല്ല, ഉറക്കം വരികയാണെങ്കിൽ മെയിൻ ഡ്രൈവറെ വിളിച്ചോ. ഗുഡ് നൈറ്റ്.